എലിപ്പെട്ടിയല്ല ക്യാമറയാണ്. ഞാൻ ഒന്നല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ അല്ലേ. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട്സ് ഇടാൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇത് ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കൽ. ക്യാമറ തരാം നിനക്ക്. ഞാൻ ഇതിപ്പോ തരാടാ. എടാ ആദ്യം നീയൊക്കെ പറഞ്ഞു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് എന്റെ വീട് നീയൊക്കെ എടുത്തായിരുന്നു. എന്നിട്ട് എനിക്ക് വേഷം തരാന്ന് പറഞ്ഞിട്ട് തന്നോ? ഇല്ലല്ലോ. അത് തന്നില്ല. എന്നിട്ട് നീയൊക്കെ പറഞ്ഞു ചേട്ടാ ഒരു മാലയുടെ ഒരു സീനുണ്ട്, ഒരു മാല തരാമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ ഭാര്യ പോലും അറിയാതെ അവളുടെ മാല ഞാൻ എടുത്ത് അങ്ങോട്ട് തന്നായിരുന്നു. എന്നിട്ട് എന്റെ മാല ചേട്ടാ മാലയിലെ കാക്ക കുത്തി കൊണ്ടുപോയി. മാല കാക്ക കുത്തി എടാ ഏത് കാക്കയാടാ മാല ഇട്ട് നടക്കുന്നത്? അയിലക്കുത്തി ജലാലി കാക്ക നീളത്തുള്ള മാല ഇട്ട് നടക്കുന്നത്. അടിയിൽ ലോക്കറ്റ് ഉണ്ട്. നീ ജലാലിക്കാട് അടിയിലെ ലോക്കറ്റ് ഞാൻ തപ്പി നടക്കാം. ഇന്ന് ഞാൻ ഈ ഞാൻ ഇന്ന് പൊട്ടിച്ചിട്ടുള്ള ഒരു നിക്കറിടണോന്ന് ഞാൻ പറയണില്ല, അത്യാവശ്യം ഒരു ചരടെങ്കിലും വലിച്ചു കേട്ടോ. നീ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ സത്യം പറയാം. എന്റെ മാല എവിടെ കൊണ്ട് വിറ്റാന്ന് പറ. ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ എന്റെ ആർട്ടിസ്റ്റോട് ചോദിച്ചു നോക്കും. അവര് പറഞ്ഞു വിശ്വസിക്കും. എന്റെ ആർട്ടിസ്റ്റ് എന്തിരിക്കണ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോവുള്ളൂ, അല്ല തമാശ പറഞ്ഞതല്ല. വല്ല പണിക്കും പോകണമെന്നൊന്നും ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. ഇവനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസക്കാളും ജീവിച്ചാൽ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ആർട്ടിസ്റ്റ് ആണെന്ന് പോലും. ആർട്ടിസ്റ്റ് സത്യം പറ, നിങ്ങൾ എവിടെ കൊണ്ട് ഈ മാല വിറ്റേച്ച് എവിടെ എന്നാ ചെയ്ത? പൈസ ആരൊക്കെ കൊണ്ടുപോയത്? ചേട്ടാ ആരും കൊണ്ടുപോയിട്ടില്ല ചേട്ടാ. മാല കാക്ക കുത്തി കൊണ്ടുപോയി. നിന്റെ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു. അതിനകത്ത് മാലയുടെ ആവശ്യമുണ്ടോ ഞാൻ നോക്കട്ടെ. സ്ക്രിപ്റ്റിംഗ് കാണിച്ചു. ചേട്ടാ സ്ക്രിപ്റ്റ് എഴുതിയ സിഗരറ്റ് കൂടി പോയില്ലേ മാല വെച്ചത്? ആ പൊതി കൊണ്ടല്ലേ കാക്ക പോയത്. അതിനകത്താ സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ സിഗരറ്റ് കൂടി. ചേട്ടാ വാസ്തവത്തിൽ ഈ സ്ക്രിപ്റ്റ് അല്ല ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചേട്ടൻ നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കി. പക്ഷെ കഷ്ടകാലത്തിന് എന്റെ ചേട്ടൻ്റെ 1.5 വയസ്സുള്ള കൊച്ചി അതെടുത്ത് അങ്ങ് കീറിക്കളഞ്ഞു. 1.5 വയസ്സുള്ള കൊച്ചത് കീറുന്നുണ്ടാതെ എന്നാ സ്ക്രിപ്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ കുറെ അവന്മാർ ഇവിടെ വന്നേച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഷോർട്ട് ഫിലിം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഈ വീട് വാടകയ്ക്കെടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് നിങ്ങൾ അർസസ കേട്ടോണം കേട്ടോ. അർസസ എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേറെ അവന്മാർ വന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് ഒരു ആധാരം കൊടുക്കുന്നൊരു സീനുണ്ട്, ഒരു വെള്ള പേപ്പർ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഈ സത്യസന്ധത ഉള്ളവനാണെന്ന് കൊടുത്തിട്ട് ഞാൻ ഒറിജിനാലിറ്റിക്ക് വേണ്ടി എന്റെ പേരുടെ ആധാരം എടുത്ത് കൊടുത്ത് 4 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു രസീത് വന്നു. അത് യൂട്യൂബ് കിട്ടാനല്ലേ, അപ്പൊ ഫണ്ട് വന്നതായിരിക്കും. പണ്ട് ഈ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് അവന്മാർ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയത്. ഇത് കാക്കയുടെ കഴുത്ത മാല വല്ലതും ഉണ്ടോ നോക്കണ. നമുക്ക് തെറ്റിപ്പോയി. അത് കാക്കയല്ല, കുയില. കുയിലാണ്. കുയിലാന്നേ. ഞാനും അതാ ഈ ആലോചിച്ചൊരു സൈഡ് വലി ഉണ്ടായിന് ചെറുതായിട്ട്. ഈ കാക്കയും കുയിലിനെയും കണ്ട നമുക്ക് മാറിപ്പോകും ചില സമയത്ത്. അങ്ങനെ ജനിതക പ്രോബ്ലം. ആരെന്നാ ജനിതക പ്രോബ്ലം അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാക്കയെക്കാളും വലിപ്പം കൂടുതലാ. ആണ് സത്യം. കുയിലിനാണ് വലിപ്പം കൂടുതൽ. കുയിലിനാണ് വലിപ്പം കൂടുതൽ. കുയിലിനാ? അത് ശരി, അത് ശരി. അപ്പൊ ഈ കുയിലാണ് ഈ പാട്ട് പാടുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വന്ദേമാതരത്തിൽ ട്രാക്ക് പാടിയത് കുയിൽ. 3 വർഷം ഉണ്ടായിരുന്നു. വെറും പോഴ പറ്റിക്കാൻ പോടലടാ. ഞാൻ കിഴങ്ങൻ ക്യാമറ തല്ലി പൊട്ടിക്കല്ലേ. ഒരു മകനെ കുറിച്ചോർത്ത് ഒരു മകനാന്ന് കണ്ട് ആ ക്യാമറ ഇങ്ങതാണ്. ആ വിഗ് അങ്ങോട്ട് വലിച്ചൂരി അങ്ങോട്ട് മാറ്റി നിർത്തി എന്റെ അപ്പന്റെ മൂത്ത ഏട്ടന്റെ ഷേപ്പായി. ഇവനെ നിന്നെ ഞാൻ മകനായിട്ട് കാണണമെന്നാണ് നീ പറയുന്നത്. എനിക്ക് എന്റെ മാല കിട്ടാ ഇല്ലാത്ത വിഷയം എന്റെ പെണ്ണുപിള്ളയുടെ മാല കഴുത്തേലുണ്ടോന്നോ? ആ കാക്കയുടെ മൂട്ടിലോ ലൈറ്റ് കവർ ഓട്ടാൻ എങ്ങനെ പോകണം ഇനി? അത് വിമാനമാണ്. പിന്നെ നമുക്ക് തള്ളി ഇങ്ങനെ പറ്റുള്ളത് അതാണ്. ഈ വൈകുന്നേരം അവിടുത്തെ എന്റെ പെണ്ണുമ്പിള്ളി ഇങ്ങോട്ട് കയറി വരും. അവക്ക് കൊടുക്കാനുള്ള സ്വർണ്ണമാലയാ, അല്ലാതെ കൊടൽമാലയല്ല. കൊടൽമാല വലിച്ചിങ്ങനെ കീറിച്ചാൽ കയ്യിലോട്ട് എടുത്ത് കൊടുത്തേനെ. അപ്പൊ അതെടുത്ത് കൊടുത്താണല്ലോ. അവക്ക് ചോര കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങൂടാ. പോട്ടാ ചേട്ടൻ ക്യാമറ തല്ലി പൊട്ടിക്കല്ലേ. ക്യാമറ ഇങ്ങോട്ട് പൊട്ടിക്കേണ്ടത്. അത് പോട്ടെ. ആ വീടിനകത്തിരിക്കുന്ന സോഫയ്ക്കത്താര വെള്ളം കോരി വെച്ച് നാറ്റി വെച്ചേക്കുന്നത്. ഇതുവരെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇവിടെ കേട്ട് കാര്യം അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അടിയുടെ വെച്ച് മൂത്രം ഒഴിച്ചായിരുന്നു. ഞാനോർത്ത് വെള്ളം വാങ്ങാനുമായിരുന്നു എന്റെ സ്വഭാവം മാറിയ. പെണ്ണുമ്പിള്ള വരാറ സമയം നോക്കണ. കാക്കയുടെ കഴുത്ത മാല ഉണ്ടോ നോക്കണ അങ്ങോട്ട്. ചേട്ടോ ആ കാക്കയുടെ കഴുത്തിൽ മാലയില്ല. പകരം അതിന്റെ ചുണ്ടിന്റെ ഇടയിലെ ഒരു മഞ്ഞ നിറത്തിലുള്ള കടലാസ് കഷ്ണം ഉണ്ടല്ലോ. മുടിഞ്ഞല്ലോ. ഇനി ആ കാക്ക ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് രസീത് പാട്ട് കയറി വരുവാണോ?